അത്തരം പരിപാടിയില്ല സാർ. അദ്ദേഹം പറഞ്ഞ പിന്നെ വിഷു ഗുഡ് എന്ന് പറയും. കേൾക്കാൻ നല്ല രസമുണ്ട്. ഈ മലപ്പുറത്തൊരു സ്ഥാനാർത്ഥി എന്നുള്ളത് മാത്രമല്ല, ദേശീയ തലത്തിൽ തന്നെയുള്ളൊരു ഏക മുസ്ലിം സ്ഥാനാർത്ഥി എന്നുള്ളൊരു പ്രത്യേക കൂടി താങ്കൾക്കുണ്ട്. പറഞ്ഞിട്ട് എന്താ കാര്യം? എന്തുകൊണ്ടാണ് വണ്ടിയിൽ കയറാൻ? വണ്ടി കയറാൻ നേരത്തെ ലിസ്റ്റിൽ എൻ്റെ പേരുണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നു. നിന്നെ സമ്മതിക്കണം. നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? ഇവിടെ വിളിച്ചപ്പോൾ ഉണ്ടായിരുന്നു. എനിക്കറിയത്തില്ല. അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. അത് കാര്യമില്ല, ഞങ്ങൾ എത്ര പേരുള്ളതാണ്. ഒന്ന് പൊട്ടിക്കറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലേ രാമനായരെ? അല്ലാതെ വണ്ടിയിൽ കയറാൻ സ്ഥലമില്ലാത്തോണ്ടാ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ഇവിടെ നിന്ന് കയറണം. അല്ലാതൊന്നുമല്ല, ഞങ്ങൾ അതിനെ വലുതാക്കി ഇഷ്യൂ ആക്കണ്ട. എങ്ങനെ പറയാതിരിക്കും? നേരത്തെ 3 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അതെനിക്കറിയത്തില്ല. അത് അറിയിപ്പ് കിട്ടിയത് പ്രകാരം നന്നായി ചേട്ടോ. അയാളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ലേ അയാൾ ചെയ്തുള്ളൂ. അങ്ങനെയൊന്നും കിട്ടിയില്ല. നിങ്ങൾ എന്ത് പറഞ്ഞു? ഇത്രയും വലിയ 18 കോടി ജനങ്ങളുള്ള പാർട്ടിയിൽ ഇതൊക്കെ സാധാരണ അതിന് കയറാൻ പറ്റത്തില്ലെങ്കിൽ അതെ, ഞങ്ങൾ ചോറ് തന്നെ കൊണ്ടുവന്നേ. അത് പ്ലാൻ ചെയ്താലും ബസ് ആയിരിക്കും. അല്ലാതെ നിങ്ങൾ അതിനെ കയറി പിടിക്കണ്ട. ആളുകൾ കളിയാക്കി ചിരിക്കുക. കയറാത്തിൽ പരിപാടി എന്ത് നമുക്കറിയൂടെ? നമ്മൾ എത്ര പാർട്ടികളാണ്, നമ്മൾ എല്ലാവരും കൂടെ വണ്ടി കയറാൻ പറ്റുമോ? കണ്ണീര് തുടച്ചിട്ട് പറ, കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നല്ലേ. നിങ്ങളതിനെ അതിനായിട്ട് കുത്തി പതിപ്പിക്കണ്ട. സത്യശീലാകണമെന്നായിരുന്നു എന്റെ മോഹം. എല്ലാവരും കൂടി എന്നെ പരിക്കുട്ടിയാക്കി കളഞ്ഞിട്ടാ. പോയിട്ട് ചില അത്യാവശ്യം ഉണ്ട്.